ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇന്ന് നമ്മൾ അയൺ കാസ്റ്റ് ചട്ടിയിൽ ആദ്യമായിട്ട് ദോശ ചുടാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ദോശ കിട്ടില്ലേ എന്നുള്ളതുകൊണ്ട് ഞാൻ നന്നായി നല്ലെണ്ണയൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു തവി മാവെടുത്ത് ഒഴിച്ചു കൊടുത്തപ്പോൾ കണ്ടോ, അത് ഉരുണ്ട് വരികയാണ്. എന്താണെന്ന് വെച്ചാൽ അത് അത്രയും അതിലൊട്ടിപ്പിടിക്കുന്നില്ല. അപ്പം ഞാൻ അങ്ങനെ പരത്താൻ പറ്റാത്തതുകൊണ്ട് നിർത്തി. ഇനി അതെടുത്ത് ഞാനൊന്ന് മറിച്ചിട്ടതിൻ്റെ ശേഷമാണ് പിന്നെ ഞാൻ രണ്ടാമതൊന്ന് ഒഴിക്കുന്നത്. കണ്ടോ, രണ്ടാമത് ഒഴിക്കുന്നത് ഞാൻ എണ്ണ ഒന്നും തേച്ച് കൊടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ അത് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്കിതൊന്ന് മൂടി വെച്ച് വെന്തോ നോക്കാം കേട്ടോ. അപ്പോൾ അടിയൊക്കെ ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട് ചെറുതായിട്ട്. ഇനി നമുക്ക് അതൊന്ന് എടുക്കാം. അതിൻ്റെ അരികൊക്കെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നു കേട്ടോ. പുതിയ ചട്ടിയാന്ന് വെച്ച് ഒരു പിടുത്തമില്ല. കണ്ടില്ലേ, ആദ്യം എടുത്ത ദോശ കണ്ടില്ലേ, അത് ഞാനൊന്ന് മറിച്ചിട്ട് കൊടുത്തിരുന്നു. അത് കനം കൂടുതലായിരുന്നല്ലോ, പരത്താൻ പറ്റാത്തതുകൊണ്ട്. അപ്പോൾ ഇനി ഇതിപ്പോൾ മൂന്നാമത്തെ ദോശയാണ് ചുടുന്നത്. ഞാൻ ചട്ടിയിൽ എണ്ണയൊന്നും തേച്ച് കൊടുത്തിട്ടില്ല. മൂന്നാമത്തെ ദോശ അപ്പോൾ കുറച്ചുകൂടി നമുക്ക് പരത്തിയെടുക്കാം. ആദ്യം ചുടുമ്പോൾ നമ്മളധികം പരത്തണ്ട, അതൊന്നും കിട്ടില്ലെങ്കിലോ വിചാരിച്ച പരത്താതിരുന്നത്. ഇനി നമുക്ക് എത്ര വേണമെങ്കിലും വട്ടത്തിൽ പരത്തിയെടുക്കാം. ഇത് കണ്ടോ, അതിൻ്റെ അരികെ പൊങ്ങി നിൽക്കുന്നത് കണ്ടോ അത് അവിടെ പൊങ്ങി നിൽക്കുകയാണ്. എന്താ സൂപ്പർ ചട്ടിയാണ് കേട്ടോ. ഇനി നമ്മൾ നാലാമതൊന്നുകൂടി ഒഴിച്ചെടുക്കുന്നുണ്ട്. അത് നമുക്ക് നന്നായി പരത്താം. ചട്ടിയിൽ നിന്ന് കിട്ടാത്തൊരു പ്രശ്നമില്ലല്ലോ, അപ്പോൾ നമുക്ക് എത്ര വേണമെങ്കിലും പരത്തി കൊടുക്കാം. മൂടി കൊണ്ട് മൂടാനുള്ള വട്ടം കൂടുതലായി. എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. അപ്പോൾ ഞാൻ അത് മുഴുവൻ മൂടാൻ പറ്റാത്തതുകൊണ്ട് തുറന്ന് തന്നെ വെച്ചു കുറച്ച് നേരം. അങ്ങനെ നടുവ് കണ്ടോ ചുവന്ന് വരുന്നുണ്ടില്ലേ. അപ്പോൾ ആ ചുവന്ന് ഇത് കാണുമ്പോഴാണ് ഒരു രസം. കുറച്ച് മൊരിഞ്ഞ് ദോശയിരിക്കും കണ്ടോ. അതിൻ്റെ അരികെ പൊങ്ങിയത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുകൂടി ഒന്ന് കാണിക്കുന്നത്. ഇനി ഞാൻ കണ്ടോ മുരിഞ്ഞ് ഇനി അഞ്ചാമതൊരു ദോശയും കൂടെ ചുടുന്നുണ്ട്. അപ്പോൾ അത് ഒന്ന് നടുവിലൊരു ചെറിയ പിടുത്തം പോലെ തോന്നി. അപ്പം ഞാൻ ആ നടു മാത്രം ഒന്ന് എണ്ണ തേച്ച് കൊടുത്തു കേട്ടോ. ആ എണ്ണ തേച്ചതിലും അവിടെ ഒരു ചെറിയ പൊങ്ങൽ കണ്ടില്ലേ. ഇതത്രയ്ക്ക് അങ്ങോട്ട് പരത്താൻ കഴിഞ്ഞില്ല. താങ്ക് യു ഫോർ വാച്ചിങ് കൂട്ടുകാരെ.